ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. നമസ്കാരം. മർദ്ദിതർക്കും ചൂഷിതർക്കും പാപികൾക്കും വേണ്ടി കാൽവരിമലയിൽ ആത്മബലിയർപ്പിച്ച യേശുനാഥനെ പൂർണ്ണമായ അർത്ഥത്തിൽ വേദനാഭരിതമായ അനുധാവനം കൊണ്ട് ലോകത്തിനു മുൻപിൽ ഓർമ്മപ്പെടുത്തിയ പുണ്യജീവിതം. കത്തിമുന ആഴത്തിൽ ആണ്ടിറങ്ങുമ്പോഴും മുറുകെ പിടിച്ച അചഞ്ചലമായ വിശ്വാസ ദീക്ഷയുടെ ചിറകിലേറി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലേക്കുള്ള യാത്രയിൽ ഘാതകൻ കുടുംബാംഗമായി മാറിയെന്ന അത്യപൂർവ ചരിത്രം കൂടിയാണത്. എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ 1954 ജനുവരി 29 തീയതി ജനിച്ച അവൾ ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ പോലെ ആവാൻ പരിശ്രമിച്ചു. 18-ാം വയസ്സിൽ തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ അവൾ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ ഒരംഗമായി തീർന്നു. പ്രാർത്ഥനയെ കർമ്മമായും കർമ്മത്തെ പ്രാർത്ഥനയായും കണ്ട ആ സന്യാസിനി ഉദയ്പൂർ, ബിജ്നോർ, ഇൻഡോർ എന്നിവിടങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവിടെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സാധാരണക്കാരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയും റാണി മരിയ നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ്. ദരിദ്രരെ ജന്മിമാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത റാണി മരിയെ തങ്ങളുടെ കണ്ണിലെ കരടായി കണ്ട ആ നാട്ടിലെ ജന്മിമാർ 54 തവണ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് ആ മാടപ്രാവിനെ ഇല്ലാതാക്കി. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയാവുക എന്ന ക്രിസ്തുവിന്റെ സുവിശേഷം അക്ഷരം പ്രതി നിറവേറ്റിയ ഇൻഡോർ രാജ്ഞിയുടെ ജീവിതവും മരണവും ഭാരതത്തിലെ മിഷണറിമാർക്ക് അഭിമാനമായി തീർന്നു. പലപ്പോഴും ശബ്ദവും അരാജകത്വവും ആധിപത്യം പുലർത്തുന്ന ഒരു ലോകത്ത് പരിവർത്തനത്തിന്റെ യാതൊരു അജണ്ടയും കൂടാതെ മനുഷ്യരാശിയെ സേവിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച റാണി മരിയയുടെ ജീവിതം ക്രൈസ്തവ വിശ്വാസത്തെയും സാമൂഹിക ബന്ധങ്ങളെയും തുച്ഛീകരിച്ചു കാണുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ്. ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയും സമർപ്പിത ജീവിതത്തെ പരിഹസിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല സമൂഹത്തിലെ ചില വ്യക്തികൾക്ക് റാണി മരിയയുടെ കർമ്മധീരതയും ആദർശശുദ്ധിയും വഴിവിളക്കായി നിലകൊള്ളട്ടെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. ക്രിസ്തുനാഥന്റെ ഈ വചനങ്ങളെ സ്വജീവിതത്തിൽ തന്റെ അവസാന ശ്വാസം വരെയും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ച് ഭാരത കത്തോലിക്ക സഭയിലെ രക്തപുഷ്പമായി അനേകാര്യങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് വാഴ്ത്തപ്പെട്ട റാണി മരിയ വിളങ്ങി നിൽക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും നമുക്ക് കഴിയട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്.